ഹലോ ഓൾ, ഇമോട്ടീവ്ലി യുവേഴ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വളരെ സ്ലോ ആയിട്ടുള്ളൊരു സൺഡേ ആണ്, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇനി എനിക്ക് 7 മിനിറ്റേ ഉള്ളൂ റെഡിയാണ് ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. വെയിറ്റേ, മറ്റാരുമല്ല കേട്ടോ, ഡേ ഇന്നൊരു ഫ്രീ സ്ലോ സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു പൊതിച്ചോറ് കഴിക്കാം. അങ്ങനെ ശ്രീനാരായണ ഭവനിൽ നിന്ന് ഒരു വെജ് പൊതിച്ചോറ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വരുന്നവരെയുള്ള സമയം നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് വെച്ചു. വീട്ടിലിരിക്കുമ്പോൾ എന്താണ് ഒരുക്കം? സോ അങ്ങനെ ഒരുക്കത്തൊന്നുമില്ല. പിന്നെ നല്ല എണ്ണ തേച്ച്, ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ടൈം കിട്ടും നന്നായിട്ട് എണ്ണ തേച്ചൊക്കെ കുളിക്കാൻ. അപ്പോൾ എണ്ണ തേച്ച് കുളിച്ചിട്ട് കൺമഷിയൊക്കെ എഴുതി ഇനി ഒരൊറ്റ വിളിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ സ്വിഗ്ഗി ചേട്ടൻ്റെ വിളി. ചിലപ്പോൾ അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് തന്നെ അവർ കൊണ്ടുവരും. നോക്കാം നമുക്ക്. ഇവിടെ വീട്ടിൽ ഡിസ്കഷൻ നടക്കുകയാണ്. അവർ പോയി കഴിച്ചതിൻ്റെ, അവർ ഇന്നൊരു ഫംഗ്ഷന് പോയിരുന്നു, അവർ കഴിച്ചിട്ട് വന്നു. സോ ഞാൻ വിചാരിച്ചു ശരി ഞാനും നല്ല ഫുഡ് കഴിക്കാം, വെജ് പൊതിച്ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി 5 മിനിറ്റ് കൂടെ കേട്ടോ. ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത്, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ കളഞ്ഞിരിക്കുകയാണ്. എന്താണ് ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യും. നിങ്ങളെങ്ങനെയാ? നിങ്ങളും അങ്ങനെയാണോ? ഞാൻ അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെയും പറഞ്ഞത് അങ്ങനെയാണ്. അവരുടെ ഫോണിൽ നിന്ന് ഡയറ്റ് ആണ് അല്ലെങ്കിൽ പൈസ പോകുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ ഫോണിൽ നിന്ന് മാറ്റിയിട്ടു അച്ഛൻ്റെയോ അമ്മയുടെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യും. അതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും എക്സൈറ്റഡ്, ഇന്ന് ലാലേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവാണ്. ദേവദൂതൻ കാണാൻ പോവാണ് 4:15 ഷോവിന് ഏവിസ് ഫ്ലെക്സിൽ. അപ്പൊ നല്ല ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെയും പോകും. ഇനി 2 more minutes വെയിറ്റിംഗ് ആണ്. ഞാനിങ്ങനെ മറ്റേ ചിത്രത്താഴിൽ നടക്കുന്ന പോലെ ഫുഡ് വിശപ്പ് ആ സമയത്ത് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. കിട്ടി സാധനം കിട്ടി. അങ്ങനെ നമ്മുടെ സൺഡേ ലഞ്ച് എന്താണ്, വെജ് പൊതിച്ചോറും ഒരു എക്സ്ട്രാ പുളിശ്ശേരിയും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ഈറ്റിംഗ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ലഞ്ച് ശ്രീനാരായണ ഭവൻ പ്യുവർ വെജ് റെസ്റ്റോറന്റിലെ പൊതിച്ചോറാണ്. നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ള വെയിറ്റിംഗ് ആയിരുന്നല്ലോ. അപ്പൊ പൊതിച്ചോറ് കിട്ടി. അപ്പോൾ കുറച്ച് ബുദ്ധിയായിട്ട് തന്നെ ഇത്രയൊന്നും കഴിക്കാൻ പറ്റൂല എന്നറിയാം. അതുകൊണ്ട് അമ്മ നേരത്തെ ഒരു പ്ലേറ്റ് ഒക്കെ തന്നു, അതിലോട്ട് ചോറ് മാറ്റി വെച്ചു. സോ ഇതില് എക്സ്ട്രാ ആയിട്ട് പുളിശ്ശേരി, എക്സ്ട്രാ ആയിട്ടല്ല, കറി, പുളിശ്ശേരി, പരിപ്പ്, സാമ്പാർ അവര് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി കറികളെല്ലാം പൊതിച്ചോറിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറ്, പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അച്ചാറും ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. ചമ്മന്തി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കറികൾ എക്സ്ട്രാ, പിന്നെ ഒരു തൈര് മുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കറികളൊക്കെ. അപ്പൊ കഴിക്കല്ലേ? ഓക്കെ, അപ്പൊ ടേസ്റ്റ് ചെയ്യാം. നോക്കട്ടെ. ചോറ് വലിയ ചോറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അമ്മയച്ഛനൊരു ഫംഗ്ഷന് പോയി കഴിച്ചിട്ട് വന്നു. എന്നിട്ടും എനിക്ക് വിളമ്പി തരാൻ വേണ്ടി അമ്മ ഇപ്പുറത്തിരിപ്പുണ്ട്. കഴിച്ചു നോക്കാം. അവിയല് കൊള്ളാം. വലിയ ചോറും ചെറിയ കുട്ടിയും അച്ഛന്റെ അപ്പൊ ഇപ്പം പരിപ്പും സാമ്പാറും അവിയലും ഒക്കെ കൂട്ടിയാണ് കഴിക്കുന്നത്. ഒരു പപ്പടം കുറവുണ്ട്, ആക്കിയിട്ട് കൊള്ളാം. ഇതേ വലിയ ഇലയും ഉണ്ട്. ശരിയാ. ഞാൻ ചോറ് കഴിക്കുമ്പം അമ്മ ഇവിടെ വിളമ്പാനിരിക്കുന്നു, അച്ഛനും അമ്മയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദേ ചമ്മന്തി എല്ലാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ഒരു പപ്പടത്തിന്റെ കുറവുണ്ട്. 100 rupeesന് എന്ത് തോന്നുന്നു, 100 rupeesന് ചലത്താ ഹെ. അച്ഛൻ പറയുന്ന പോലെ ചലത്താ ഹെ. ആഹാ, മാമ്പഴ പുളിശ്ശേരിയാന്ന് തോന്നുന്നു. തെറ്റി, പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. അങ്ങനെ സൂപ്പർ ഊണൊക്കെ കഴിച്ചു. അപ്പൊ ഇനി
നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ്. നമ്മൾ 4:15 ഇവിടെ പോവുകയാണ്. ദേവദൂതൻ റീ റിലീസിന് പോവുകയാണ്. സോ അവിടെ കാണാം. പ്ലാൻ ചെയ്ത പോലെ തന്നെ 4:15 ദേവദൂതൻ റീ റിലീസ് ഷോയ്ക്ക് പോവുകയാണ്. ഏരീസ് പ്ലസ് SL സിനിമാസിലാണ് ഞാനും അമ്മയും കൂടി. എൻ്റെ ബെസ്റ്റ് സിനിമ പാർട്ട്ണറാണ് എൻ്റെ അമ്മ. പല സിനിമകളും തിയേറ്ററിൽ ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഒരു റീ റിലീസ് ഷോയ്ക്കുള്ള തിരക്കാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു വിശപ്പ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഒരു കാപ്പി മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ ഒരു കോണ് വെന്തതും വാങ്ങിച്ചിട്ട് ആ ഒരു ദേവദൂതൻ എഫക്റ്റ് ഫീൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ജനിച്ച വർഷം ഇറങ്ങിയ പടമായതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഈ സിനിമ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ആൻഡ് ഐ സ്വെയർ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ത്രസിച്ച് ത്രില്ലടിച്ച് തെല്ലനങ്ങാതിരുന്ന് കണ്ട സിനിമ എനിക്ക് ഓർമ്മയില്ല. സോ ദേവദൂതൻ നിയർ യു ഇൻ തിയേറ്റേഴ്സ് പോയി കാണുക. ഈ ടൈംലെസ് ക്ലാസിക് മിസ് ചെയ്യാതിരിക്കുക. So do subscribe Emotively Yours for more such videos. I will be coming to you with more videos. Bye bye.